നിർദ്ദേശം നൽകുന്ന കുര്യാക്കോസ് കുടുംബാച്ച, ഏറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ അരവിന്ദൻ സാറ്, പ്രിയപ്പെട്ട KM ബാലചന്ദ്രൻ സാറ്, പ്രിയപ്പെട്ട ഡോക്ടർ KA മനോജ് അവർ, പ്രിയപ്പെട്ട ശ്രീ KM രാധാകൃഷ്ണൻ അവർ, ശ്രീമതി PS ഉഷാകുമാരി അവർ, KR സുകുമാരൻ നായർ അവർ, ശ്രീ KV കനൻകുമാർ അവർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂര്യനഗർ റെസിഡൻസ് അസോസിയേഷന്റെ ക്രിസ്മസ് നവവത്സര ആഘോഷത്തിൽ വന്ന് പങ്കെടുക്കുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. നിങ്ങളോടൊപ്പം ചൂട് നേരം എനിക്ക് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാണ്. പക്ഷെ 6 മണിക്ക് ശേഷം ഒരു പരിപാടി തെങ്ങന്നൂരേറ്റിട്ടുണ്ടാവും. അവിടെ എത്തേണ്ട സമയം അതിക്രമിച്ചു. അതുപോലെ അവിടെ മാരാമണ്ണിൽ അതിന് ശേഷം ഒരു പരിപാടിയുണ്ട്. രാത്രി തിരുവനന്തപുരത്തിൽ പോകാൻ വേണം. അതുകൊണ്ട് ഞാൻ നീട്ടി പ്രസംഗിക്കുന്നില്ല. ഈ റെസിഡൻസ് അസോസിയേഷന്റെ പരിപാടിയിൽ വന്ന് പങ്കെടുക്കാൻ സാധിച്ച് അതിയായ സന്തോഷം. ക്രിസ്മസിന്റെ എല്ലാ ആശംസകളും, നവോത്സവത്തിന്റെ എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. നമ്മുടെ നാട് സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും ഒക്കെ പ്രതീകമായിട്ടുള്ള നാടാണ്. ലോകത്തെമ്പാടും നമ്മുടെ നാട് അതിനുവേണ്ടി അറിയപ്പെടുന്നതാണ്. അപ്പൊ ആ സമാധാനത്തിന്റെയും ശാന്തിയുടെയും ഒരു കാലം നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമ്മുടെ നാടിന്റെ വികസനമാണ് ഈ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആ വികസനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ആ ഒരു യാത്രയിൽ കൂടിയാണ് ഞാൻ ഇന്ന് ഉള്ളത്. അതിൽ ഒന്ന് പ്രാധാന്യം ഞാൻ കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ സ്പോർട്സിന് ഒരു പ്രാധാന്യം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് മറ്റൊന്നുമല്ല, സ്പോർട്സിനെ ഒരു ഇൻഡസ്ട്രി ആയി ഡെവലപ്പ് ചെയ്യണം. സ്പോർട്സിലൂടെ നമ്മുടെ കുട്ടികൾ വളർന്ന് അവർക്ക് കളിക്കാൻ, അവർക്ക് എന്താ പറയാ, ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് ബാധിക്കുന്ന വലിയ പ്രശ്നം ഇന്ന് പുറത്തുനിന്ന് വരുന്ന കഞ്ചാവും കള്ളുമൊക്കെയാണ്. നമുക്ക് കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ കുട്ടികളെ ഇപ്പം അവരുടെ രാഷ്ട്രീയം നോക്കിയോ അവരുടെ മാതാപിതാക്കളെ നോക്കിയോ കുറ്റം പറഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും? അവരുടെ കയ്യിൽ എങ്ങനെ എത്തുന്നു? സർക്കാരിന് ബാധ്യതയുണ്ട് ഇത് തടയുവാൻ. കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കൊച്ചും ഞാൻ പറയട്ടെ, 14, 15, 16, 17, 18 വയസ്സോ അല്ലെങ്കിൽ 10 വയസ്സുള്ള കുട്ടികളൊക്കെ കയ്യിലെത്തുന്നു. അവരെ എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും? അവർക്ക് എന്താണെന്ന് അറിയില്ല. അവർക്ക് എല്ലാം ആസ്വദിക്കുവാൻ അല്ലെങ്കിൽ എല്ലാം ഒന്ന് പരീക്ഷിച്ചു നോക്കുന്ന കാലമാണ് ചെറുപ്പം എന്ന് പറഞ്ഞാൽ. മനഃപൂർവ്വമായിട്ട് ആരും ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല കുട്ടികൾ. പക്ഷെ ഇത് അവരെ കേൾപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ഹാബിറ്റ് ഫോർമേഷൻ ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പം ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, കുട്ടികളെ പ്രത്യേകിച്ച്. അതേസമയം സർക്കാരിനും ജനപ്രതിനിധികൾക്കും റെസിഡന്റ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ബാധ്യതയുണ്ട്. നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ PTA ബാധ്യതയുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും ഇത് വ്യാപകമായി വരുന്നു എന്ന് പറഞ്ഞാൽ നാടിന് ആപത്ത് തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. കൊച്ചു കുട്ടികൾക്കൊന്നും അറിയില്ല. ആ കുട്ടികളെ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു കാരണവശാലും അത് അനുവദിക്കാൻ സാധിക്കത്തില്ല. നമ്മൾ ജാഗ്രതയോടെ ഇരുന്നേ പറ്റുള്ളൂ. അതിനകത്ത് പരിമിതിയുണ്ട്. നമുക്ക് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജനപ്രതിനിധികളും റെസിഡന്റ് അസോസിയേഷനും PTA എല്ലാം ചേർന്ന് ഇതിനെ തടയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ കൂടിയാണ് സ്പോർട്സ് വേണ്ടത്. സ്പോർട്സ് എന്നുള്ള ഡൈവേർഷനായി അവരുടെ കരിയറായി ഇപ്പം 250 കോടി രൂപയ്ക്ക് മെസ്സിയെ കൊണ്ടുവരുന്നത്. ഈ കണക്ക് ശരിയാണെന്ന് എനിക്കറിയില്ല. 250 കോടി കൊടുക്കുന്നതിന് മെസ്സിയെ കൊണ്ടുവരുന്ന കാര്യമില്ല. ഞാൻ പറയുന്നത് 250 കോടി കൊടുത്ത് ഇവിടെ ഒരു മെസ്സി ഉണ്ടാക്കാൻ ശ്രമിക്കാനാണ് സർക്കാർ തയ്യാറുള്ളത്. അല്ലാതെ വല്ലൊരു രാജ്യത്ത് നിന്ന് കൊണ്ടുവന്ന് 2 ദിവസത്തേക്ക് നിൽക്കുന്ന മെസ്സിയെ കൊണ്ടുവന്നിട്ട് ഇവിടെ എത്തണം. അപ്പൊ അതിനു വേണ്ടിയുള്ള പരിശ്രമം ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ പൂർവ്വപ്പടയിൽ തൊട്ടടുത്ത് പോയാൽ മതി. അതൊക്കെ ബൈക്കെടുത്ത് പോയാൽ പൂർവ്വപ്പെടുത്ത് പൂർവ്വമുണ്ട്. ഫ്രീയാ, നിങ്ങൾ കുട്ടികൾക്ക് ഫ്രീയാ, വലിയവർക്ക് ഫ്രീ അല്ല, കുട്ടികൾക്ക് ഫ്രീ ആണ്. അവിടെ പോയി കളിക്കാനുള്ള സാഹചര്യം ID കാർഡ് മാത്രം കാണിച്ചാൽ മതി. അതേപോലെ തന്നെ അയൽപ്പുറത്ത് ഞാൻ ബാഡ്മിന്റൺ കോർട്ടിന്റെ പണി നടത്താൻ ശ്രമിച്ചാണ്. അതുപോലെ തന്നെ വീരണം പുതുപ്പള്ളി ബോർഡറില് ഒരു സ്വിമ്മിംഗ് പൂൾ, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് സ്വിമ്മിംഗ് പൂൾ. ഈ 3 സ്ഥലത്തും പണി തീരുമ്പോൾ March 1 തീർക്കണമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. തീർന്നു കഴിയുമ്പോൾ ഒരു കുട്ടികൾക്കെല്ലാം ഫ്രീ, ID കാർഡ് മാത്രം കാണിച്ചാൽ മതി. പിന്നെ പാമ്പാടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, പാമ്പാടിയില് ഞാനിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു 100 ഏക്കറാണ്. 100 ഏക്കർ തരാമെങ്കിൽ ഞാൻ ഇപ്പൊ മൊത്തം ശരിയാക്കി തരാം. എന്റെ ആഗ്രഹം ഒരു സ്പോർട്സ് അടിസ്ഥാനത്തിലുള്ള പാമ്പാടി 100 ഏക്കറില എന്റെ സ്വപ്നം അതാണ്. 100 ഏക്കറിൽ ഒരു അടിസ്ഥാനം വികസിപ്പിച്ച ഭാവിയിൽ, ഇന്നല്ല ഞാൻ പറഞ്ഞ 10 വർഷം ഉണ്ടെങ്കിലും
നമുക്ക് വലിയൊരു സ്പോർട്സിനെ അടിസ്ഥാനമാക്കി ഒരു സെന്റർ ഇവിടെ വരണമെന്നുള്ളതാണ്. അതാണ് എൻ്റെ വലിയൊരു ആഗ്രഹം. അതുകൊണ്ട് അതിന് എല്ലാവരും സഹകരിച്ചാൽ നമുക്ക് ശ്രമിക്കാൻ എളുപ്പമുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ നമ്മളിപ്പോൾ ശ്രമിച്ചു തുടങ്ങണം. എന്നാൽ മാത്രമേ ഭാവി, കാരണം ഇത് കുട്ടികൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു, ഡ്രഗ്സിൽ നിന്ന് മാറി നിൽക്കുവാൻ, മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ നമുക്ക് ഒറ്റക്കെട്ടായി ശ്രമിക്കാം എന്ന് മാത്രം പറയുവാൻ അവസരം എടുക്കുന്നു. നിങ്ങളോടൊപ്പം ഞാൻ കാണും. അപ്പ ഉണ്ടായിരുന്ന പോലെ അത് അപ്പയെ പോലെ മറ്റത്തിലേക്ക് ഉണ്ടായിരുന്ന പോലെ എങ്കിലും ശ്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ.